വലിയ ബഹളങ്ങളില്ലാതെ വന്ന ഒരു കൊച്ചു സിനിമയാണ് പഞ്ചായത്ത് ജെട്ടി. ഒരുപക്ഷെ കേരളത്തിൽ ഒരു വലിയ ഫാൻ ബേസ് ഉള്ള ടീമാണ് മറിമായം. കോവിഡ് കാലത്തൊക്കെ നമ്മളെ വല്ലാതെ ചിരിപ്പിച്ച നർമ്മരംഗങ്ങൾ ഭംഗിയായി കൈകാര്യം ചെയ്ത നടീനടന്മാരുടെ ഒരു ടീമാണ് മറിമായം എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എന്താണ് മറിമായം ടീമിന്റെ പ്രത്യേകത? അവരുടെ പ്രകടനത്തിലെയും അവരുടെ കഥകളിലെയും സത്യസന്ധതയും സ്വാഭാവികതയും കൊണ്ടാണ് മറിമായം ടീം പലരുടെയും ഇഷ്ടം നേടിയെടുത്തത്. ആ മറിമായം ടീം ചേർന്ന് ഒരു കൊച്ചു സിനിമ ഇറക്കുന്നു. തീർച്ചയായും പ്രതീക്ഷകളുണ്ട്. അതിന്റെ പ്രതീക്ഷകളുടെ കാരണം അതിലെ നടീനടന്മാരുടെ മികവ് കൂടിയാണ്. ഏറ്റവും സ്വാഭാവികമായും നർമ്മരസത്തോടെയും അവർ കഥാപാത്രങ്ങളെ പകർന്നാടാനുള്ള കഴിവുള്ളവരാണെന്ന് ഇതിനോടകം തന്നെ കേരളത്തിൽ അവർ തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളോടെ മറിമായം ടീമിന്റെ ഈ പുതിയ സിനിമയെ നമ്മൾ നോക്കിക്കാണുന്നു. വളരെ പരിചിതമായ, നമ്മളെല്ലാം ഒരുപാട് കേൾവി ഉണ്ടായിട്ടുള്ള ഒരു കഥാപരിസരം. കുടുങ്ങാശ്ശേരി എന്നൊരു പഞ്ചായത്തും അവിടുത്തെ ഭരണപക്ഷവും അവിടുത്തെ പ്രതിപക്ഷവും അവർ തമ്മിലുള്ള സംഘർഷങ്ങളും പാരപണിയലുകളും അതിനിടയ്ക്കുള്ള കുറെ നർമ്മ മുഹൂർത്തങ്ങളും ഒക്കെ ചേർന്ന് സിനിമ മുന്നോട്ട് പോകുന്നു. ഇവിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് OK എന്ന സലീം ഹസൻ. പ്രതിപക്ഷ നേതാവാണ് മണികണ്ഠൻ പട്ടാമ്പി. ഇവർ തമ്മിലുള്ള പോരുകളും ഒരുപക്ഷെ വരവേൽപ്പ് പോലെ, പഞ്ചവടിപ്പാലം പോലെയെല്ലാം ഒരു ഗ്രാമത്തിന്റെ ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളും, ഒരു ചെറുപ്പക്കാരന്റെ വേവലാതികളും ഓട്ടപ്പാച്ചിലുകളും, അതിനിടയ്ക്കുള്ള പ്രശ്നങ്ങളും, ഒരു മെമ്പർ എന്ന നിലയിലുള്ള പ്രതീക്ഷകളും, അദ്ദേഹത്തിന്റെ പ്രണയവും, ഇതെല്ലാം ചേർന്ന ഒരു ഗ്രാമത്തിന്റെ ഒരു സുന്ദരമായ ഒരു കൊച്ചു കഥ. ഒരുപക്ഷെ പതിവ് കഥകളെ പോലെയൊക്കെ തന്നെ, എങ്കിലും ഇതിലെ പെർഫോമൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സലീമിന്റെയും മണികണ്ഠന്റെയും പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയുടെ നട്ടൽ എന്ന് പറയുന്നത്. കൂടാതെ രചന നാരായൺകുട്ടി തുടങ്ങി മറിമായത്തിലെ ഒട്ടനവധി കഥാപാത്രങ്ങൾ നമ്മുടെയൊക്കെ നാട്ടിൻപുറത്തുള്ള, നമുക്ക് കണ്ട് ശീലമുള്ള, നമുക്ക് പരിചിതരായ ആളുകളെ പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ അവരുടെ സത്യസന്ധവും നിഷ്കളങ്കവുമായ തമാശകളും സ്വാഭാവികത ചേർന്ന കഥാഗതിയുമെല്ലാം ഒരുപക്ഷെ ഒരു വട്ടം ആസ്വാദ്യമരവെ കണ്ടിരിക്കാനായി ഈ സിനിമയെ യോഗ്യമാക്കുന്നുണ്ട്. വലിയ ഞെട്ടിപ്പിക്കലുകളോ വലിയ സംഭവങ്ങളോ ഒന്നുമില്ലെങ്കിൽ പോലും കൈയടക്കത്തോടെ കൊച്ചു കൊച്ചു ഹാസ്യരംഗങ്ങളുമായി മികവോടെ വന്ന ഒരു കൊച്ചു സിനിമ. കണ്ടു പരിചയിച്ച കഥയുടെ ടെംപ്ലേറ്റുകളാണെങ്കിൽ പോലും അഭിനേതാക്കളുടെ ഭാവങ്ങൾ കൊണ്ടും നടനം കൊണ്ടും ആ സിനിമ വാച്ചബിളായി മാറുന്നുണ്ട്. കണ്ടു നോക്കാവുന്നതാണ്.